Indian beauty blogger speaks out against female shaming acid attacks. When she claims she'd been attacked by a stranger with acid. Indian beauty blogger speaks out against female shaming acid attacks. തന്നെ സൗഹൃദ വലയത്തിൽ നിന്ന് അകറ്റിയതിന്റെ राजधानी में फिर एसिड अटैक। एसिड हमलों पर कोर्ट की सख्ती के बावजूद राजधानी में इस तरह की वारदात थमती नजर नहीं आ रही है। വലയത്തിൽ നിന്ന് അകറ്റിയതിന്റെ ദേഷ്യത്തിലാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശികളുടെ ആസിഡ് ഒഴിച്ചതെന്ന് ഷീബേട്ടനടി പറയണേ മൂളിങ്ങിടുന്ന് വന്ന് നിന്നാ മതി. ഷീബേട്ടൻ പറഞ്ഞ കേക്കത്ത ഏത് ഡയറക്ടറടി മലയാളത്തിൽ ഒരു ഗ്ലാസ് തരും. ഷീബാന്റെ അടുത്തേക്ക് അങ്ങ് പോരെ. ഒരു ഡബിൾ ബുൾസായി. നീ ആരാ പിന്നെ നാളത്തെ നയൻതാരല്ലേ? നയൻതാര. അപ്പം എല്ലാം പറഞ്ഞ പോലെ എല്ലാം കഴിയുമ്പോൾ ഷീബേട്ടനെ കാണാൻ മറക്കല്ല കേട്ടോ മോളെ. ഇവിടെ കഞ്ചാവിന്റെ മണം. ബാക്കിയുള്ളവർ 2 പെഗടിച്ച വലിയ കുടിയനായി. കഞ്ചാവ് വലിക്കുന്നവരൊക്കെ പിന്നെ വലിയ ബുദ്ധിജീവികളാണല്ലോ. മാന്യന്മാര്, ന്യൂ ജനറേഷൻ. ഡബിൾ ബുൾസൈ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. എല്ലാവർക്കും ഷിബു വേണം. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു ഇല്ലേ, നീവിൻ പോളിയുടെ സിനിമ, അതിലെ 2 കോൺസ്റ്റബിൾമാര് ഷിബു അല്ല കൊടുത്തേ. എന്തുള്ള ചങ്ങാതി ഇത്? ഒന്ന് ഏറ്റു പോടാ കന്നാലി. നമ്മുടെ എത്ര? 50 രൂപ. അത് പറ്റില്ലായിരിക്കും. എന്നാ സാർ ഇത്? കാശ് പിടിച്ചോ. പറ്റേ? സുലായി പൊന്ന് പിണങ്ങല്ലേ. അതിപ്പോ കിഴക്കേ കോട്ടയിലേക്ക് പോണോ പടിഞ്ഞാറേ കോട്ടയിലേക്ക്? പിണങ്ങല്ലേ. എന്റെ ചേട്ടാ എനിക്ക് സഹിക്കിട്ടുണ്ട്. രാജേഷേ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാ. അവള് പോയാ പോട്ടറ. അല്ലേലും ഈ പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. 7 കൊല്ലത്തെ പ്രണയമായിരുന്നു. എന്നെക്കാ കൊള്ളാവുന്ന ഒരുത്തന്നെ കണ്ടപ്പോ അവൾ അവൻ്റെ ഒപ്പം പോയി. അവൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലേ അവൾ അവൻ്റെ ഒപ്പം പോളോ? നീ അത് വിട്ടേ. അവളുടെ മൊത്തം ആസിഡ് ഒഴിക്കും. നീ ഒന്ന് പതുക്കെ പറയേ. ചേട്ടാ എത്രയാ? 90 രൂപ. സാധനം വേണം. എന്ത് സാധനം? അല്ല ആസിഡ് വേണം. ഏയ് അതൊന്നും ശരിയാവില്ല. ഇവൻ വെള്ളം അടിച്ചിട്ട് ഓരോന്ന് പറയണതാ. പൈസ എത്ര വരും? എൻ്റെ കമ്മീഷൻ 1000 രൂപ വരും.
പിന്നെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. നമ്പർ പറ. നിങ്ങൾ ആളെ വിട്ട മാഷേ. ഇതൊന്നും ശരിയാവില്ല. രാജേഷേ, നീ കേറി. 343872. ആസിഡ് പ്രാഞ്ചി. ആസിഡ് പ്രാഞ്ചി. ബെന്നി പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. അതല്ലേ. പിന്നെ അവിടെ ഒരു 3000 രൂപ കൊടുത്തേക്ക്. 3000. പിന്നെ ചേട്ടാ, എൻ്റെ പണി ഇതല്ല. പിന്നെ പണി തന്ന പെണ്ണുങ്ങൾക്ക് ഒരു പണി കൊടുത്തില്ലെങ്കിൽ ഈ ബെന്നിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാ. നിന്റെ നമ്പർ പറ. 9947174793. ഓക്കെ. പേര് ബെന്നി. അപ്പം ശരി, ഓക്കെ, വിളിക്കാം. ഓരോരോ മുള്ളും കേട്ടോളൂ. മണ്ടന്മാര് ഈ കാലത്താണ് ആസിഡ് കിട്ടാൻ ബുദ്ധിമുട്ട്. ആയിരിക്കും ആസിഡ് അടിക്കാൻ ഇറങ്ങിയേക്കാം. ഏത് ഈ സ്ഥലമാവോ? വാങ്ങിട്. ഹലോ, പഴയ വണ്ടിയുടെ പാർട്സ് എന്തെങ്കിലും വേണം? വേണ്ട, പുതിയ വണ്ടിയാ. പുതിയ വണ്ടി പൊളിക്കാനും എടുക്കട്ടാ. വന്നിരിക്കും. ബെന്നി പറഞ്ഞിട്ട് വന്നവരല്ലേ? ആ അതെ. ഇയാളാരാ? കൂട്ടുകാരനാ. എൻ്റെ ഫ്രണ്ടാ. വാ. രാജേട്ടാ, ഇതാ അവര് വന്നിട്ടുണ്ട്. ഇരിക്കും. ആ പ്രാഞ്ചേട്ടാ, ബെന്നി പൈസ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞ പൈസ മുഴുവനുണ്ട്. പിന്നെ നീ പോയിക്കോ, ഇവരെ ഞാൻ ഡീൽ ചെയ്തു. ശരി എന്നാ. ബെന്നി പറഞ്ഞതിനേക്കാൾ ഒരു 1200 രൂപ കൂടും. നിങ്ങൾക്ക് എത്ര വേണ്ടേ? ഒരു 2 കുപ്പി വേണം. സാധനം കുറച്ച് സ്ട്രോങ് ആണ്. അസ്ഥി പോലെ ഒരുക്കി പോവും. ആ പറ, മനസ്സിലായി. സാധനം കിട്ടിയില്ലേ? ആ ബെന്നി, സംഭവം കിട്ടിയിട്ടുണ്ട്. അവനെ ഇപ്പൊ ആസിഡ് ഒഴിക്കാൻ പേടിയാണെന്നാ പറയണേ. ചേട്ടാ ചുമ്മാ അങ്ങോട്ട് ഒഴിക്കാൻ പറ. ധൈര്യത്തിനൊരു നീലച്ചടനങ്ങ് കാച്ച്. സൂപ്പറാട്ടാ. ഹലോ, ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. എന്താ? ഹലോ ഹലോ. ആ ബെന്നിക്ക് ഇതൊന്നും ചെയ്തു തരാൻ പറ്റുമോ? ചെമ്പ് കുറച്ച് ചിലവാകും. ഒരു 5000 തരാൻ പറ്റുമോ? പിന്നെ പ്ലേക്ക് മുമ്പ് കിട്ടണം. അത് തരാം. 5000 രൂപയ്ക്ക് ഷാരൂഖ് ഖാനെ കിട്ടും. പോസാതനെ നാളെ ഒരു 6:30 അവിടെ വെച്ച് കാണാം. ആ എന്നാ ഓക്കെ ബോസ്. നാളെ 6:30 ചെമ്പുക്കാവ് ലൈനിൽ കാണാം. അവള് വരുന്നുണ്ട്. തമാശ അല്ലാട്ടോ, ആ ചെക്കൻ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. മോളെ നീ പേടിക്കാതിരിക്കേ. നീ ഒന്ന് ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. നീ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ തന്നെ അവന്റെ ശല്യം പിന്നെ ഉണ്ടാവില്ല. അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. എനിക്കാകെ പേടിയാവണ ഒരാഴ്ചേട്ടാ. അപ്പൊ നിനക്കെന്നെ പിടിക്കില്ലല്ലേ? നീ വേറൊരുത്തിന്റെ കൂടെ സുഖമായി ജീവിക്കണ്ട. ഹലോ ഹലോ സൗമ്യ, സൗമ്യ, ഹലോ. സൗമ്യ, എന്താ മോളെ ചെറിയ കുട്ടികളെ പോലെ? കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ
ഞാൻ നിന്നെ ഉപേക്ഷിക്കണേ. ഐ എം വിത്ത് യു. അവനെ വെറുതെ വിട രാജേഷേട്ടാ. ഓക്കെ. ബെന്നി, നിന്നെ ഞങ്ങൾ പൂട്ടിയതടാ. ഇത് ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു. നീ ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയ എന്റെ പെങ്ങളുടെ മുഖം നീ മറന്നു അല്ലേ? നിനക്ക് ജാമ്യം കിട്ടിയ അന്നു മുതൽ നിന്നെ വാച്ച് ചെയ്യും. നീ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ പോകുന്ന തട്ടുകട, നീ പോകുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ സ്കെച്ച് ചെയ്തിരുന്നു. അവൻ വരുന്നുണ്ട്. തുടങ്ങിക്കോ. അന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, നിന്നെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല. നിന്നെ മാത്രമല്ല, നിനക്ക് ആസിഡ് തന്നവരെയും ഇല്ലാതാക്കണമായിരുന്നു. ഇനി ഇതാർക്കും കൊടുക്കരുത്. പെൺകുട്ടിയോട് പ്രതികരിക്കില്ലാന്ന് വിചാരിച്ചിട്ടല്ലടാ നിനക്ക് എന്ത് തോന്നി വസവും കാണിക്കണേ. ആസിഡ് മുഖത്ത് വീഴുമ്പോഴുള്ള വേദന നീയും അറിയും.